ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടാകും എന്ന് പറയാറുണ്ടല്ലോ. അത് ദൈവവിശ്വാസമുള്ളതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല, അതൊരു ആശ്വാസവാക്കായിട്ട് പറയാറാണ് പതിവ്. അത് സാരമില്ല, ദൈവം നോക്കിക്കോളും എന്നൊക്കെ പറയും. നോക്കുമോ ഇല്ലെന്ന് ദൈവത്തിന് തന്നെ അറിയാം. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ശരിയായി കാണാറുമുണ്ട്. അങ്ങനത്തെ ഒരു അനുഭവം സുപ്രീം കോടതിയിലുണ്ടായി. സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്, കൗതുകമുള്ള കാര്യവുമാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, ഭൂഷൺ രാമകൃഷ്ണ ഗവായി, അദ്ദേഹം ആദ്യത്തെ ബൗദ്ധ ചീഫ് ജസ്റ്റിസാണ് ഭാരതത്തിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗവായി 10-30 വർഷം മഹാരാഷ്ട്രയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, കൗൺസിലിൽ അവിടെയൊക്കെ മെമ്പറായിരുന്നു. 2-3 സംസ്ഥാനങ്ങളിൽ, കേരളമടക്കം പല സ്ഥലത്തും ഗവർണറായിരുന്നു. വലിയ പ്രഗത്ഭനായിരുന്നു. ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗവായി. പിന്നീട് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, അതിൻ്റെ സ്ഥാപക പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഗവായി. അത് കഴിഞ്ഞിട്ട് അത് പിളർത്തിയതും ഗവായി തന്നെയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഗവായി വിഭാഗം, RPI ബ്രാക്കറ്റിൽ G, ഇത് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയതും ഈ ചീഫ് ജസ്റ്റിസിൻ്റെ അച്ഛനാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മയെയാണ് മഹാരാഷ്ട്രയിൽ, ഐ തിങ്ക് അമരാവതി എന്ന സ്ഥലത്ത് RSSൻ്റെ 100ാം വാർഷികത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ജസ്റ്റിസ് BR ഗവൈയുടെ അമ്മയെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കോംപ്ലക്സ് വ്യക്തിത്വമാണ് ജസ്റ്റിസ് BR ഗവൈ. അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ ദളിത് കുടുംബത്തിൽപ്പെട്ടവനാണ്, ഞാനിപ്പോൾ ഇവിടം വരെയൊക്കെ എത്തി, ഇനിയിപ്പോൾ എൻ്റെ മക്കൾക്ക് ദളിത് സംവരണം ആവശ്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയൊക്കെയുള്ള മനുഷ്യൻ. ബട്ട് അതേസമയം ഈ ജഡ്ജിമാർക്കെല്ലാമുള്ള ഒരു വെസ്റ്റേൺ തോട്ട്, അത് ജസ്റ്റിസ് BR ഗവൈക്കുണ്ട്. അത് അവരുടെ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ. നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ അക്രൂ ചെയ്യുന്ന, നമുക്ക് കിട്ടുന്ന ഒരു ഗുണം അതാണ്. നമ്മളുടെ പൂർവികരെ, പാരമ്പര്യത്തെ ഒക്കെ തള്ളിപ്പറയുക. ഇത് സ്വാമി വിവേകാനന്ദൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങളുടെ അച്ഛൻ മണ്ടനായിരുന്നെന്നും അപ്പൂപ്പൻ ഭ്രാന്തനായിരുന്നുവെന്നും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും. അതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കുഴപ്പം ഏകദേശം എല്ലാ ജഡ്ജിമാർക്കും ഉണ്ട്, ജസ്റ്റിസ് BR ഗവൈക്കും ഉണ്ട്. ഈ കുഴപ്പം പലപ്പോഴും ബ്ലേറ്റൻ്റായിട്ട് പുറത്തു വരുന്നത് നിങ്ങൾ ഹിന്ദു മതത്തെയോ ഹിന്ദു ദൈവത്തെയോ ഡീൽ ചെയ്യുമ്പോഴാണ്. ക്രിസ്ത്യൻ മുസ്ലിം ദൈവങ്ങളെ, മതങ്ങളെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ മാന്യമായിരിക്കും സംസാരം, വളരെ ബഹുമാനത്തോടെ സംസാരിക്കും. ബട്ട് ഹിന്ദുവിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുച്ഛം, ഒരു പരിഹാസം, ഹിന്ദു മതം പോടാ, ഇങ്ങനെയുള്ള ഒരു ഭാവം. അപ്പോൾ സംഭവിച്ചത്, കഴിഞ്ഞ മാസം ഒരാളൊരു പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിലെത്തി. അയാളുടെ ആവശ്യം, ഖജുരാഹോയിൽ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. ഖജുരാഹോയിൽ പല ക്ഷേത്രങ്ങളുണ്ട്, വലിയ കോംപ്ലക്സാണ് ഖജുരാഹോ. നമ്മളുടെ കൂട്ടത്തിൽ എല്ലാവരും ഖജുരാഹോ കേട്ടിട്ടുണ്ടാവും. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും ഒക്കെ ഹിന്ദുക്കളെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഖജുരാഹോയാണ്. ഇവന്മാർ തുണി അഴിച്ച് തുള്ളുമ്പോൾ നമ്മളാരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ പറയും, അതെന്താ ഭാരതീയ സംസ്കാരത്തിൽ നമ്മുടെ ഖജുരാഹോയിൽ കണ്ടില്ലേ? അപ്പോൾ ഖജുരാഹോയിൽ 2-3 നഗ്നശില്പമുണ്ട്, അതിൻ്റെ പേരിൽ നാട് മുഴുവൻ തുണി അഴിച്ച് തുള്ളാം എന്നാണ് ഇവരുടെ ന്യായം. അതിന് ആണ് ഖജുരാഹോ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഖജുരാഹോയിൽ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് എന്നുള്ളത് പലർക്കും ഒരു ന്യൂസായിരുന്നു. ഈ വിഷ്ണു ക്ഷേത്രത്തിലെ മൂർത്തി സാമാന്യം വലിയ മൂർത്തിയാണ്. അതിൻ്റെ തല അടിച്ച് തകർത്തിരിക്കുന്നു. മുഗളന്മാരുടെ സമയത്ത് എപ്പോഴോ സംഭവിച്ചതാണ്. ആരാണത് ചെയ്തതെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ ഈ മനുഷ്യൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു.
ആ വിഷ്ണുവിൻ്റെ തല വീണ്ടും അവിടെ നിർമ്മിച്ച് കരിങ്കല്ലിലാണ്. നമ്മളുടെ അഫ്ഗാനിസ്ഥാനിൽ തകർത്തില്ലേ ബാമിയാൻ ബുദ്ധ എന്നൊക്കെ പറയാം, അതേ പോസിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന വിഷ്ണുവിൻ്റെ രൂപം. തല മാത്രമില്ല. അപ്പോൾ തല അതുപോലെ ഉണ്ടാക്കി അത് റെസ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് ഈ പാവത്തിൻ്റെ ആവശ്യം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരും മൈൻഡ് ചെയ്യാൻ ഈ മനുഷ്യനെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇയാളുടെ അപേക്ഷ തട്ടിക്കളിച്ചു, ആരും ഒന്നും ചെയ്തില്ല. ചുരുക്കി പറഞ്ഞ് മൂപ്പര് സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ജസ്റ്റിസ് BR ഗവയുടെ ബെഞ്ചിലാണിത് വന്നത്. സാധാരണഗതിയിൽ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് വരാറുള്ളത്. അപ്പോൾ ബെഞ്ചിൽ വന്നു. ജസ്റ്റിസ് ഗവയെ ചോദിച്ചു, എന്താ ആവശ്യം? അല്ല സാർ, മഹാവിഷ്ണുവാണ്, അത് തലയില്ലാതെ നിൽക്കുന്നു, ഹൃദയഭേദകമായൊരു കാഴ്ചയാണ്, അത് റെസ്റ്റോർ ചെയ്യാൻ ഉത്തരവാകണം. ഓ, നിങ്ങൾ വിഷ്ണു ഭക്തനാണോ? ആണോ സാർ? അപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, അങ്ങനെ സ്വയം തല മുളപ്പിച്ച് കൊണ്ടുവരും കേട്ടോ. ഒരു ചിരിയും ചിരിച്ചു കോടതി. പിന്നെ ചീഫ് ജസ്റ്റിസ് ചിരിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ചിരിക്കണം എന്നാണ് ഒരു അലിഖിത നിയമം കോടതിയിൽ, അല്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പൊട്ടത്തരമാണെങ്കിൽ പോലും സകല വക്കീലന്മാരും കിക്കിക്കി എന്ന് പറഞ്ഞ് ചിരിക്കും. ഞാനും ഒരു കൊച്ചു വക്കീലായതുകൊണ്ട് ഇടയ്ക്ക് കോടതിയിൽ പോകുമ്പോൾ കോടതി തമാശയാണെന്നുള്ള ഭാവേന സംശുദ്ധമായ വളിപ്പ് പറഞ്ഞാൽ പോലും ഞാനും ഒന്ന് ചിരിച്ചു കാണിക്കും. കാരണം നമ്മുടെ കേസ് ജയിക്കണ്ടേ. ഈ മഹാഭാവിയാണ് ജഡ്ജ്മെൻ്റ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അങ്ങേരുടെ തമാശയ്ക്ക് ചിരിച്ചു കൊടുക്കുക എന്നുള്ള ചരിത്രപരമായ ഒരു കടമ വക്കീലന്മാർക്കും മറ്റ് ജഡ്ജിമാർക്കും ഉള്ളതിനാൽ അവരെല്ലാം കൂടെ ചിരിക്കും. ഈ സാധു പരിഹാസ്യനായിപ്പോയി. ഒരു റിപ്പോർട്ട് വന്നു. മാധ്യമങ്ങൾ വിട്ടില്ല. ഹിന്ദുക്കൾക്ക് കിട്ടിയ ഒരു കൊട്ടല്ലേ എന്താ അടിച്ച് ആഘോഷിച്ചു അങ്ങോട്ട്. തന്നെത്താനെ മുളച്ചു വരും, വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി പരിഹസിച്ചു. പെറ്റീഷണർ ഭാഗ്യത്തിന് പിഴയിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിഴയും കൂടെ ഇടേണ്ടതാണ്. ഒരു ഹിന്ദു അല്ലേ എന്ന് ഒരു 5 ലക്ഷം രൂപ കെട്ടിവെയി കിടക്കും, കോടതിയിലെ സമയം പാഴാക്കുന്നു, കഴുത വിഷ്ണുവാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനു മുമ്പും ഈ കുഴപ്പമുണ്ടായിട്ടുണ്ട്. നമ്മളെ വിഷ്ണു ശങ്കർ ജെയിനില്ലേ, ചെറുപ്പക്കാരനായ വക്കീൽ, ഹരിശങ്കർ ജെയിനിൻ്റെ മകൻ. വിഷ്ണു ശങ്കർ ജെയിനും ഹരിശങ്കർ ജെയിനും ചേർന്നാണ് വാരാണസിയിലെ ജാൻവാപി അമ്പലം തിരിച്ചു പിടിക്കുക, കൃഷ്ണ ജന്മഭൂമിയിൽ കേസ് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ഹരിശങ്കർ ജെയിൻ അദ്ദേഹത്തിന് വയസ്സായി, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് മകനാണ് വിഷ്ണു ശങ്കർ ജെയിനാണ് പല കേസുകളിലും അപ്പിയർ ചെയ്യുന്നത്. ഇതേപോലെ കഴിഞ്ഞ വർഷം വിഷ്ണു ശങ്കർ ജെയിനോട് ഒരു ജഡ്ജി പറഞ്ഞു, വിഷ്ണുവും ശങ്കറും നിങ്ങളുടെ പേരിലുണ്ടല്ലോ, ഈ 2 പേര് വിചാരിച്ചാൽ എന്താ സാധിക്കാത്തത്? നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം നടപ്പിലാവുമല്ലോ, പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ ചോദ്യം ഉണ്ടായി. വിഷ്ണു ശങ്കർ ജെയിൻ ആ അപമാനം വിഴുങ്ങി. സുപ്രീം കോടതിയാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അപമാനിതനായിട്ട് തലകുനിച്ച് ഇറങ്ങിപ്പോരുകയല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. സുപ്രീം കോടതിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഭരണഘടനാ പദവിയാണ്. അവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും, വീട്ടിൽ നോട്ട് കൂട്ടിയിട്ട് തീ കത്തിച്ചാൽ പോലും അവരെ ഒരു ചൂക്കും ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ഇമ്മ്യൂണിറ്റി കിട്ടിയവരാണ്. ഈ ഹിരണ്യകശിപുവിൻ്റെ കഥയുണ്ടല്ലോ പുരാണത്തിൽ, ഹിരണ്യകശിപു ഇതുപോലെ ഇമ്മ്യൂണിറ്റി വാങ്ങിയ ആളാണ്, ചോദിച്ചു വാങ്ങിയ ആളാണ്. അന്ന് കോൺസ്റ്റിറ്റ്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഡയറക്റ്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പുള്ളി വരം ചോദിച്ചു വാങ്ങി, എന്നെ പകൽ കൊല്ലാൻ പാടില്ല, രാത്രി കൊല്ലാൻ പാടില്ല, മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല, ആയുധങ്ങളൊന്നും പാടില്ല, അപ്പടി പാടില്ല, ഇപ്പടി പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് പ്രഹ്ലാദനെ ദ്രോഹിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമൊക്കെ. പ്രഹ്ലാദൻ എന്ത് ചെയ്യും? ഈ സുപ്രീം കോടതിയിലെ പെറ്റീഷനെ പോലെ അപഹാസ്യനായിട്ട് നിന്നു പ്രഹ്ലാദൻ. വിഷ്ണുവിനെ ജപിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വിഷ്ണു അവതാരമെടുത്തു നരസിംഹമായിട്ട്. പകലുമല്ല രാത്രിയുമല്ല, സന്ധ്യയ്ക്കായിരുന്നു. ആകാശത്തല്ല ഭൂമിയിലുമല്ല,
മടിയിൽ വെച്ചിട്ടായിരുന്നു. ആയുധം ഉപയോഗിച്ചല്ല, നഖം ഉപയോഗിച്ച് കുടൽ കീറി ചോര കുടിച്ച് ഹിരണ്യകശിപുവിനെ കൊന്നുകളയുകയായിരുന്നു. അത് വിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു. ഇത്തവണയും 1 മാസം കഴിഞ്ഞപ്പോൾ വിഷ്ണു അവതരിച്ചൊന്നുമില്ല, പക്ഷെ ആ കേസിൽ ചെറുതായിട്ടൊന്ന് ഇടപെട്ടു. കേസിൽ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ട് പത്രവാർത്ത വന്നു. മലയാളത്തിലല്ല കേട്ടോ, മലയാളത്തിൽ വരില്ല, ഹിന്ദിയിലാണ് വാർത്ത വന്നത്. 2 കോടി രൂപ നരേന്ദ്രമോദി ഖജുരാഹോയിലെ റിപ്പയറിനായിട്ട് മഹാരാഷ്ട്ര സർക്കാരിന് കൈമാറാൻ തീരുമാനിച്ചു. അത് വേൾഡ് ക്ലാസ് ഹെറിറ്റേജ് ആക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി 2 കോടി രൂപ അനുവദിച്ചു. ഈ അനുവദിച്ച രൂപയിൽ ഈ മഹാവിഷ്ണുവിൻ്റെ ശിരസിൻ്റെ റിപ്പയറും കൂടെ ഉണ്ട് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അത് പറഞ്ഞിട്ടുമില്ല മോദി. കാരണം അത് പറഞ്ഞാൽ BR ഗവയുടെ ചെകിട്ടത്തടിച്ചതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് അത് പറഞ്ഞില്ല. പക്ഷേ 2 കോടി രൂപ ഈ സമയത്ത് ഒരു കാരണവുമില്ലാതെ ഖജുരാഹോയിലേക്ക് കൊടുക്കണം. അത് ഖജുരാഹോ എന്ന് പറയുമ്പോൾ ടൂറിസം ആവശ്യത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പല സംസ്ഥാനങ്ങൾക്കും പല കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അതിനിങ്ങനെ അളന്ന് തൂക്കി ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കണമെന്നൊന്നും പറയാറില്ല. അതൊരു ജനറൽ ഫണ്ടാണ്. ബട്ട് ഇത് പ്രത്യേകം പറഞ്ഞു, ഖജുരാഹോയിലേക്കാണ് ഈ 2 കോടി രൂപ. ഈ വാർത്ത ഭൂഷൺ രാമകൃഷ്ണ ഗവായി വായിക്കാതിരിക്കുമോ? വായിക്കും. ഇങ്ങനെയാണ് ആധുനിക ഹിരണ്യകശിപുവിനെ ആധുനിക മഹാവിഷ്ണു നേരിട്ടിരിക്കുന്നത്. ഇവർക്ക് ഇത് സ്ഥിരം ഇദ്ദേഹം ഈ കമൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴല്ലോ സോഷ്യൽ മീഡിയയിൽ വലിയ ബഹളമായി. അസാമാന്യമായിട്ട് ഹിന്ദുക്കൾ റിയാക്ട് ചെയ്തു. വാസ്തവം പറഞ്ഞാൽ അത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. BR ഗവായി ഇറങ്ങി വരുമ്പോൾ ഒരാൾ മുഖത്ത് തുപ്പുന്നു. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ മുഖത്ത് തുപ്പിക്കഴിഞ്ഞാൽ വരുന്ന ശിക്ഷ എന്താ? ഏറിയാൽ 6 മാസം. ഒരു ഹിന്ദു അതിന് തയ്യാറായില്ലല്ലോ. ഇദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടി തടഞ്ഞു നിർത്തുക. ഒരു 4 പേര് മതി. എന്താ ശിക്ഷ? അതിന് കാര്യമായ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, വൈകുന്നേരം ആകുമ്പോൾ വിടും. ഇത് ചെയ്യാൻ ഹിന്ദു ഇല്ല. ഉടനെയൊന്നും ഉണ്ടാകുമെന്നും എനിക്ക് പ്രതീക്ഷയില്ല. ബട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് ഹിന്ദുക്കൾ രംഗത്തിറങ്ങുകയും BR ഗവായിയെ അറഞ്ചം പുറഞ്ചം ട്രോൾ ചെയ്യുകയും ചെയ്തു. ടു ദിസ് എക്സ്റ്റെൻറ്റ് ദാറ്റ് BR ഗവായി നമ്മളുടെ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമുവിനെ പോയി കണ്ടു. ആ കണ്ടതിൻ്റെ ഫോട്ടോ പുറത്തു വന്നു. ആ ഫോട്ടോ സൂം ചെയ്തിട്ട് BR ഗവായി ഇട്ട ഷൂവിന് 80,000 രൂപ വിലയുണ്ട് എന്ന് വരെ സോഷ്യൽ മീഡിയ കണ്ടെത്തി. BR ഗവായിയോട് ചോദിച്ചു, 80,000 രൂപയുടെ ഷൂ ഇട്ടാണോ നിങ്ങൾ നടക്കുന്നത്? 80,000 ഫോർ എ പെയർ ഓഫ് ഷൂ. BR ഗവായി വല്ലാതെ വിഷമിച്ചു. കോടതി മുറിയിൽ BR ഗവായി പറഞ്ഞു, ഞാൻ പറഞ്ഞതിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് എന്നെ സോഷ്യൽ മീഡിയ വേട്ടയാടുന്നു. എന്ത് സന്ദർഭത്തിൽ നടത്തിയെടുത്തു? മൊത്തം സന്ദർഭം തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ അടർത്തിയെടുക്കാനൊന്നുമില്ല. മാത്രമല്ല BR ഗവായി പറയുകയാണ്, എനിക്ക് എല്ലാ മതങ്ങളോടും ബഹുമാനമാണ്. ഹൂ ആസ്ക്ഡ് യു? നിങ്ങൾക്ക് എല്ലാ മതങ്ങളോടും ബഹുമാനമുണ്ടോ എന്നുള്ളതല്ലോ ചോദ്യം. നിങ്ങൾ മഹാവിഷ്ണുവിനെ അപമാനിച്ച് പുച്ഛിച്ച് പരിഹസിച്ച് സംസാരിച്ചു എന്നുള്ളത് സത്യമല്ലേ? ആൻഡ് ഇഫ് ദാറ്റ് ഈസ് റോങ്, യു അഡ്മിറ്റ് ദാറ്റ് മിസ്റ്റേക്ക്. Not that make a general statement, oh, I respect every religion. Who need your respect? Which religion needs your respect? BR ഗവായും ബഹുമാനിച്ചില്ലെങ്കിൽ ഹിന്ദു മതത്തിനോ സമൂഹത്തിനോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് ആ കസേരയുടെ മാന്യത കാണിച്ച് ഇതുപോലത്തെ വിടുവായത്തം പറയാതിരിക്കണമായിരുന്നു. വായിൽ നിന്ന് വീണു പോയെങ്കിൽ അത് പിൻവലിക്കാനും മാപ്പ് പറയാനും തയ്യാറാണമായിരുന്നു. അല്ലാതെ എനിക്ക് എല്ലാവരോടും ബഹുമാനമാണ്, നിങ്ങളുടെ ബഹുമാനവും തേങ്ങയും വേണ്ട. മിസ്റ്റർ BR ഗവായി, വാട്ട് ഡു യു തിങ്ക് ഓഫ് യുവർ സെൽഫ്? merely because you became the chief justice, oh, you are ruling the world? No, please don't have such impression. BR ഗവായി പറഞ്ഞു, ഇങ്ങനെ അൺഫെയർ ആയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ
സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്ത് ചെയ്യും? ചീഫ് ജസ്റ്റിസ് എൻ്റെ മേൽ അന്യായമായി ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെ എന്ന് പറയുകയെ സോളിസിറ്റർ ജനറൽക്ക് ഗതിയുള്ളൂ. കാരണം 110 കേസുകളാണ്, ആയിരക്കണക്കിന് കേസുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബി ആർ ഗവായിയുടെ മേശപ്പുറത്തിരിക്കുന്നത്. ഇത് ഓരോന്നെടുത്തിട്ട് ചന്നം പിന്നെ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തുഷാർ മേത്തയും പറഞ്ഞു അതെ അല്ലെങ്കിൽ തന്നെ ഈ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലമുണ്ട്, അത് അത്ര ശരിയൊന്നും അല്ല. കപിൽ സിബൽ ഉണ്ടായിരുന്നു. കപിൽ സിബൽ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടൻ ഇത് ഇപ്പോഴല്ലേ, ഞാനിത് ദിവസവും കേൾക്കുന്നു. എൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്, എന്നെ എത്രമാത്രം ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ടെന്നറിയാമോ? എൻ്റെ വാദങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ പ്രസംഗങ്ങൾ, എനിക്ക് ഇടത്തോട്ട് തിരിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ ആ കൂടെ കുറ്റമാണ് എനിക്ക്. ഇതൊക്കെ ഈ ആരോപണ ശരവ്യങ്ങളേറ്റ് ചോരയൊലിച്ചാണ് ഞാൻ നിൽക്കുന്നത്, യുവർ ലോഡ്ഷിപ്സ്. അതുകൊണ്ട് യുവർ ലോഡ്ഷിപ്സ് എന്നേക്കാൾ എത്രയോ ഭേദമാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വാട്ട് എ ഫാർസ്, വാട്ട് എ ഫാർസ്. ദിസ് ഈസ് അവർ സുപ്രീം കോർട്ട്, ദിസ് ഈസ് അവർ സുപ്രീം കോർട്ട്. അല്ല, ഗതികേടാണ് നമ്മളുടെ. എന്ത് ചെയ്യാൻ പറ്റും? ഇതിനു മുമ്പ് നടന്നപ്പോൾ സോഷ്യൽ മീഡിയ പോലും വിഷ്ണു ശങ്കർ ജെയിനെ പിന്തുണയ്ക്കാനുണ്ടായില്ല. ഇന്ന് കുറച്ചുകൂടെ ഭേദമായി ഈ മനുഷ്യനെ പിന്തുണയ്ക്കാൻ സോഷ്യൽ മീഡിയ വന്നു. ബി ആർ ഗവായി ഇപ്പോഴല്ല കേട്ടോ, ചീഫ് ജസ്റ്റിസായിട്ട് ചാർജ് എടുത്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയ ഇച്ചിരി വിളച്ചിൽ കൂടുതലാണ്. വി മസ്റ്റ് ഹാൻഡിൽ ദം വിത്ത് ആൻ അയൺ ഫിസ്റ്റ്. ഇരുമ്പ് മുഷ്ടി കൊണ്ട് സോഷ്യൽ മീഡിയ നേരിടണം എന്ന് പറഞ്ഞ കക്ഷിയാണ് ബി ആർ ഗവായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ചൂടറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇഷ്യൂ കൈവിട്ട് പോകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒന്ന് നൈസാക്കാൻ, അതും എല്ലാ മതങ്ങളോടും എനിക്ക് ബഹുമാനമാണ്. എനിക്കിപ്പോഴും മനസ്സിലായില്ല, നിങ്ങൾ മഹാവിഷ്ണുവിനെ അപമാനിക്കുന്നു, അതിന് പരിഹാരമായിട്ട് എനിക്ക് എല്ലാവരോടും ബഹുമാനമാണ് എന്ന് പറഞ്ഞാൽ മതിയോ? ബി സ്പെസിഫിക്. ബട്ട് നോ. ഇതൊക്കെ കേരള ഹൈക്കോടതിയിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ജഡ്ജി ഇപ്പോൾ റിട്ടയർ ആയിപ്പോയി എന്ന് തോന്നുന്നു. ഞാൻ ഒരു പെറ്റീഷനുമായിട്ട് കേരള ഹൈക്കോടതിയിൽ പോയി. ശബരിമലയിൽ ഈ രഹന ഫാത്തിമയൊക്കെ കയറി. രഹന ഫാത്തിമ ഒരു ലൂസിയൊക്കെ, 3 ക്രിസ്ത്യാനികളും ഒരു മുസ്ലിമുമാണ്, സ്ത്രീകളാണ്. ബട്ട് അവരാരും തന്നെ ഹിന്ദുക്കളല്ല. അവരാണ് കയറാൻ ശ്രമിച്ചത്. അവർ കയറാൻ പാടില്ല. ഈ ബഹളം മുഴുവൻ നടക്കുന്നത് അഹിന്ദുക്കൾ കയറാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അഹിന്ദുക്കളുടെ പ്രവേശനം നിരോധിക്കണം, നിരോധിച്ചുകൊണ്ടുള്ള ആക്റ്റ് ഉണ്ട് കേരളത്തിൽ. ആ ആക്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. നിർഭാഗ്യവശാൽ എൻ്റെ സുഹൃത്തുക്കളായ ശബരിമല ആചാര സംരക്ഷകർക്ക് ആ ആക്റ്റ് പിടിക്കില്ല. അത് വേറെ കാര്യം, ഇരിക്കട്ടെ, അത് വേറെ സബ്ജക്റ്റ് വേറെ ആയിപ്പോവും. ഏതായാലും ഈ ആക്ട് എൻഫോഴ്സ് ചെയ്യണമെന്നും ഇവരെ തടയണമെന്നും എൻ്റെ പെറ്റീഷൻ. അതിൽ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 2018 ശബരിമല കേസ് ഇവിടെ അലമ്പും വഴക്കും ഒക്കെ നടക്കുമ്പോൾ ആരായിരുന്നു ജഡ്ജി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ മതി. ഞാനിപ്പോൾ അദ്ദേഹം റിട്ടയറായി തോന്നുന്നു, വെറുതെ എന്തിനാണ് പേര് പറഞ്ഞ് ചീത്തയാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കമൻ്റ് എന്താണെന്നറിയാമോ? യു നോ ഹൗ ക്യാൻ യു പ്രിവെൻറ്റ് മുസ്ലിംസ്? സി, വാവർ ഈസ് റിസൈഡിങ് ഇൻ ദ ഹാർട്ട് ഓഫ് അയ്യപ്പ. ഹൈക്കോടതി ജഡ്ജി പറഞ്ഞതാണ്. നിങ്ങളൊക്കെ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? വാവർ 18-ാം പടിക്ക് താഴെ ഓപ്പോസിറ്റായിട്ട് ഒരു ഹോളിലാണെന്നാണ്. അല്ല എന്ന് പറഞ്ഞു കേരള ഹൈക്കോടതി. അയ്യപ്പൻ്റെ നെഞ്ചത്താണ് വാവർ. ഇത് പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിയുണ്ട്. കണ്ടുപിടിച്ചോ? ഒന്ന് ബുദ്ധിമുട്ടി നിങ്ങളൊരു പേര് കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ വേറൊരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പേര് പറയാം. ഇങ്ങനത്തെ ദുരന്തരന്മാർ ധാരാളമുണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ. ഇതിൻ്റെയൊക്കെ നടുക്കുകൂടെയാണ് ഹിന്ദു വക്കീലന്മാർ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. ചില്ലറ കളിയല്ല. ഏതായാലും ഇത്തവണ ഈ ഹിരണ്യകശിപനെ നശിപ്പിക്കാൻ നരേന്ദ്രമോദിയിലൂടെ പ്രവർത്തിച്ച മഹാവിഷ്ണുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.